ഉദ്ഘാടനം ചെയ്യാൻ ഉപയോഗിക്കുന്ന ആരാധനായ VM സുധീരൻ സാറെ, കോളേജിൻ്റെ മാനേജർ മോൺസിഞ്ഞോർ ജോസഫ് കൊല്ലംപറമ്പിൽ, ബഹുമാനപ്പെട്ട വെള്ളനെല്ലൂരിച്ച, ബഹുമാനപ്പെട്ട മുനിസിപ്പൽ ചെയർപേഴ്സൺ പ്രിയാട്ടോസ് പുരവൻ, ബഹുമാനപ്പെട്ട ചന്ദ്രൻ കൊണ്ടലിച്ച, ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ മിസ്റ്റർ സെലിൻ, പ്രിയപ്പെട്ട പ്രസാദ വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, മദ്യവിരുദ്ധ പ്രസ്ഥാനവുമായിട്ട് പരാജയ KCDCയുടെ കാര്യസ്ഥതയിലും നമ്മളുടെ സ്വന്തം താല്പര്യത്തിനുമെല്ലാം പല പ്രാവശ്യം ഒന്നിച്ച് കൂടിയിട്ടുണ്ട്. ഇന്ന് അല്ലെങ്കിൽ ഇന്നു മുതൽ എനിക്ക് തോന്നുന്നത് ധൈര്യത്തോടെ നമുക്ക് മുൻപോട്ടിറങ്ങാം. കാരണം നമുക്ക് സുധീരനെ കിട്ടിയിരിക്കുകയാണ്. ആ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം. ധൈര്യമുള്ളവൻ, മൂല്യങ്ങൾ കൊണ്ടു നടക്കുന്നവൻ, നിർഭയനായിട്ട് കാര്യങ്ങൾ പറയുന്നവൻ, മുഖം നോക്കാതെ അഭിപ്രായം പറയുന്നവൻ എന്നൊക്കെയാണ്. മാധ്യമങ്ങളിലും അതുപോലുള്ള മറ്റ് പൊതുവേദികളിലുമെല്ലാം ബഹുമാനപ്പെട്ട സുധീരൻ സാറിൻ്റെ വാക്കുകൾ ഏതെല്ലാം വശത്തേക്കാണ് വജ്രായുധം പോലെ പാഞ്ഞെത്തുന്നത് എന്ന് നമുക്കറിയാം. അദ്ദേഹത്തെ കോൺഗ്രസ്സുകാരനായിട്ട് വെള്ളമരുന്ന് കിലച്ചൻ ഇവിടെ അവതരിപ്പിച്ചു. എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം നല്ല കോൺഗ്രസ്സുകാരനാകുന്നത് കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും പോരായ്മകളെ ബഹുജന സമക്ഷം പരസ്യമായിട്ട് അവതരിപ്പിച്ച് തിരുത്തണം എന്ന് പറയുന്നത് കൊണ്ടുകൂടിയാണ്. അങ്ങനെയാണ് നല്ല ഈടുറ്റ രീതിയിൽ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹത്തിന് മുന്നേറാനായിട്ട് സാധിക്കുന്നത്. മദ്യം നമ്മളുടെ കുടുംബങ്ങളിലും നമ്മളുടെ സംസ്ഥാനത്തുമെല്ലാം ഉളവാക്കുന്ന ഭയാനകമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊക്കെ അറിവുണ്ട്. മദ്യത്തിൻ്റെ ഉപയോഗം ഭരണഘടന വിലക്കിയിരിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. ആർട്ടിക്കിൾ 47 ഔഷധ ആവശ്യങ്ങൾക്കല്ലാതെ മദ്യം ഉണ്ടാക്കുകയോ കൈവശം വയ്ക്കുകയോ വിതരണം ചെയ്യുകയോ പാടില്ലെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇന്ന് നമ്മുടെ സമൂഹം നമ്മുടെ സ്വന്തമായ ശാക്തീകരണത്തെക്കുറിച്ചൊക്കെ പലപ്പോഴും പറയുന്നുണ്ടെങ്കിലും മദ്യപാനം മൂലം നമ്മളുടെ സമൂഹം ബലഹീനമായിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപിക്കുന്ന വ്യക്തികളുള്ള കുടുംബങ്ങളിൽ ദൈവബന്ധവും കുടുംബബന്ധവും മനുഷ്യബന്ധവും എല്ലാം കുറയുകയാണ്. അത് വളരെ വലിയ ഒരു സാമൂഹിക ചിന്തയും കൂടിയാണ്. ഇന്ന് കേരളത്തിലെ യഥാർത്ഥ സ്വേച്ഛാധിപതി മദ്യമാണ്. മദ്യമാണ് പല കുടുംബങ്ങളിലും പല പ്രസ്ഥാനങ്ങളിലും പല വേദികളിലും ഒക്കെ ഭരണം നടത്തുന്നത്. ആ ഭരണത്തിൻ്റെ മോശമായ വശങ്ങൾ എടുത്തു കാണിക്കുവാനോ ആ ഭരണ സംവിധാനത്തെ മാറ്റി നിർത്തുവാനോ പലപ്പോഴും നമുക്ക് സാധിക്കുന്നില്ല. ഈ അടുത്ത നാളുകളിലൊക്കെ UDF സർക്കാർ അനുകൂലമായ ചില നിലപാടുകൾ എടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ നല്ല കാര്യമാണ്. ആ നിലപാടുകളിലും പോരായ്മകൾ വന്നപ്പോൾ ശക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചത് സുധീരൻ സാറാണ്. അത് കേരളത്തിൽ
ഈ മദ്യം മൂലം ഉണ്ടാകുന്ന സാംസ്കാരിക അധപ്പതനത്തെക്കുറിച്ച് നല്ല അറിവ് അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടുമാണ്. അധാർമികമായ തത്വങ്ങളിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രങ്ങൾക്കോ സാമ്പത്തിക പ്രസ്ഥാനങ്ങൾക്കോ പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല എന്ന് നമുക്കറിയാം. മദ്യപാനം ഗാന്ധിയൻ സംസ്കാരത്തിന് വിരുദ്ധമാണ്. ഒരു നല്ല ഭാരതീയനും അല്ലെങ്കിൽ ഒരു നല്ല ഹൈന്ദവന്, ഒരു നല്ല ക്രൈസ്തവന് അവന് വാസ്തവത്തിൽ മദ്യപിക്കാൻ പാടില്ലാത്തവരാണ് അവര്. ഒരു പാശ്ചാത്യ ഗ്രന്ഥകാരൻ ഗാന്ധിജിയെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹത്തിന് അധികം പ്രസംഗിക്കാൻ അറിയത്തില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ, അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ലോകം മുഴുവൻ തൂങ്ങിക്കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു എന്ന്. കാരണം അത്ര ആകർഷകതയോടെ ജനങ്ങൾ അദ്ദേഹത്തെ കേട്ടിരുന്നു. സകല തിന്മകളുടെയും പെറ്റമ്മയും പോറ്റമ്മയുമാണ് മദ്യമെന്ന് ഗാന്ധിജി ഭാരതത്തെ പഠിപ്പിച്ചിരുന്നു. ഗാന്ധിജി കേരളത്തിലെ ക്രിസ്ത്യാനികളെക്കുറിച്ച് നടത്തിയ ഒരു പരാമർശത്തെ ഇന്നത്തെ അവസ്ഥയുമായി താരതമ്യം ചെയ്യുന്നത് ഗുണകരമാണ്. അദ്ദേഹം പറഞ്ഞു, കുറച്ചു കാലം മുമ്പ് തിരുവിതാംകൂറിലെ ക്രിസ്ത്യാനികൾ മദ്യപാനശീലം ഉപേക്ഷിക്കുവാൻ ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ, അതായത് ആ ശീലമുള്ളവരെ ആരാഞ്ഞും അവരോട് സംസാരിച്ചും ഉത്സാഹപൂർവം ശ്രമിച്ച് പോന്നിട്ടുണ്ട്. മദ്യത്തെ വലിയ ശാപമായിട്ടായിരുന്നു എക്കാലവും അദ്ദേഹം കണ്ടിരുന്നത്. മദ്യത്തിൽ നിന്ന് വരുന്ന വരുമാനം പാപത്തിൽ നിന്ന് വരുന്ന വരുമാനമാണെന്ന് അദ്ദേഹം പല പ്രാവശ്യം കുറിച്ചു വച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിരപരിചിതമായ വാക്കുകളുടെ മൂർച്ച ഒരിക്കലും നഷ്ടമാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഗാന്ധിജിയുടെ വാക്കുകളിൽ ഇന്ത്യയുടെ മുഴുവൻ ഏകാധിപതിയായി 1 മണിക്കൂർ നേരത്തേക്ക് ഞാൻ നിയമിക്കപ്പെട്ടാൽ ഞാൻ ചെയ്യുമായിരുന്ന ഒന്നാമത്തെ കാര്യം പ്രതിഫലം കൊടുക്കാതെ എല്ലാ മദ്യഷാപ്പുകളും അടച്ചിടുകയും എല്ലാ പനമരങ്ങളും നശിപ്പിക്കുകയും ആയിരുന്നു. കേരളത്തിൻ്റെ ആദരണീയനായ ശ്രീ നാരായണ ഗുരു, MP മൻമോഹൻ സാറ് തുടങ്ങിയവരൊക്കെ ഈ മേഖലയിൽ പ്രവർത്തിച്ചത് നമുക്കറിയാം. കേരളം സന്ദർശിച്ച രാഷ്ട്രപതി നമ്മെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറയുകയുണ്ടായി, കേരളീയർക്ക് മദ്യപാനശീലം വളരെ കൂടുതലാണ് എന്ന്. ദീപിക ദിനപത്രത്തിൻ്റെ ജൂബിലി ആഘോഷവേളയിൽ ഡൽഹിയിൽ നടത്തിയ മുഖ്യ പ്രഭാഷണത്തിലും രാഷ്ട്രപതി ഈ തിന്മയെ പ്രത്യേകം എടുത്ത് പറഞ്ഞത് നമ്മളെല്ലാവരും കേട്ടതും വായിച്ചതുമാണ്. നമ്മളുടെ ഭാഗത്തു നിന്ന്, സഭയുടെ ഭാഗത്തു നിന്ന് എക്കാലവും ഈ തിന്മയ്ക്ക് എതിരായിട്ട് പോരാടുവാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മളുടെ ഈ പ്രദേശത്തിൻ്റെ ഒരു കാർഷിക മേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശം എന്ന നിലയിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മദ്യത്തെ ഇവിടെ നിന്ന് പിടിതെറിയുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നത് ദുഃഖകരമായ ഒരു കാര്യം കൂടിയാണ്. കേരളത്തിൻ്റെ സാമൂഹിക ജീവിതം ഭ്രമണം നടത്തുന്നത് ഏതെല്ലാമോ ലഹരിയുടെ മർമ്മരത്തിന് അനുസൃതമായിട്ടാണെന്ന് നമുക്കൊക്കെ അറിയാം. ഇത് ഉണർത്തുന്ന സാംസ്കാരിക സമസ്യകൾ വളരെ വലുതുമാണ്. സാംസ്കാരിക വളർച്ചയുടെ സമനില തെറ്റിക്കുന്ന
കാര്യമായിട്ടത് മാറി. മദ്യം, ജാതി, രാഷ്ട്രീയം, അധികാരം, മാധ്യമം, സമരം, ആർഭാടം, നിർമ്മാണം, വിനോദം, സഞ്ചാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ലഹരി പോലെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ലഹരിയും വിപത്താണ്, മദ്യം മാത്രമല്ല. നമ്മളുടെ സ്വത്വാവബോധവും പൗരധർമ്മവും ആത്മീയതയും സേവനക്ഷമതയും എല്ലാം നശിപ്പിക്കുന്ന കാര്യമാണ് ഈ ലഹരി സിദ്ധാന്തം എന്ന് നാം തിരിച്ചറിയണം. മദ്യവും മനുഷ്യനും തമ്മിലുള്ള അവിശുദ്ധ ബന്ധത്തിന് മനുഷ്യ സംസ്കാരത്തോളം തന്നെ പഴക്കമുണ്ട്. ഇതൊരു പുതിയ കാര്യമൊന്നുമല്ല. എന്നാൽ പരിഷ്കൃത സമൂഹങ്ങൾക്കെല്ലാം മദ്യത്തിൻ്റെ ഉപയോഗത്തിൻ്റെ പരിധിയും നിയന്ത്രണവും വിലക്കും കൽപ്പിച്ചിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. മദ്യപിച്ച് ആരും ഇതുവരെ നന്നായിട്ടുള്ളതായി നാം കേട്ടിട്ടില്ല. അധാർമിക പ്രവർത്തനങ്ങൾ നടത്തിയും ആരും ഇതുവരെയും മാന്യനായി എന്നും നാം കേട്ടിട്ടില്ല. എങ്കിലും ഈ മദ്യപാനവും അധാർമിക പ്രവർത്തനങ്ങളും ഉപേക്ഷിക്കുവാനായിട്ട് നമുക്ക് സാധിച്ചിട്ടില്ല എന്നതും ഒരു വലിയ കാര്യം തന്നെയാണ്. അതുകൊണ്ട് മദ്യവിരുദ്ധ പ്രസ്ഥാനത്തെ ഒരു വജ്ര ആയുധമായിട്ട് നമ്മളെല്ലാവരും എടുക്കണം. എനിക്ക് ഇന്ന് നിങ്ങൾക്ക് നൽകുവാനുള്ള സന്ദേശം അതാണ്. ഈ സ്വേച്ഛാധിപതിയെ നമ്മളുടെ മനസ്സിൽ നിന്ന്, നമ്മളുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ രൂപതയിൽ നിന്ന്, ഈ പ്രദേശത്ത് നിന്ന് ഒക്കെ മാറ്റിക്കളയുവാൻ, പിഴുതെറിയുവാൻ നമുക്ക് സാധിക്കണം. മദ്യപാനത്തിലൂടെ നമ്മളുടെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായ ധാർമ്മിക വശങ്ങളെല്ലാം തെറ്റിപ്പോവുകയാണ്. ഗാന്ധിജിക്ക് സത്യാഗ്രഹം പോലെ ആയിരിക്കണം നമുക്ക് മദ്യവിരുദ്ധ പ്രസ്ഥാനം. ഗാന്ധിജി പറഞ്ഞു, സത്യാഗ്രഹം എനിക്ക് കൽപ്പവൃക്ഷം പോലെയാണ്. അക്രമരഹിതമായ അന്തരീക്ഷത്തിൽ മാത്രമേ ഈ കൽപ്പവൃക്ഷത്തിന് വളരാൻ ആവുകയുള്ളൂ. ഇന്ന് നമ്മളുടെ രാജ്യത്ത് ഒരുപാട് അക്രമങ്ങൾ നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും തന്നെ നമ്മുടെ മാധ്യമങ്ങളിൽ കാണുന്നതും കേൾക്കുന്നതുമെല്ലാം അതാണ്. അതുകൊണ്ട് മദ്യവർജന പ്രസ്ഥാനത്തോട്, അതിൻ്റെ സമീപനങ്ങളോട് നമ്മൾ കുറേ കൂടെ ഗൗരവതരമായ സമീപനങ്ങൾ പുലർത്തണം എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ അവസരത്തിൽ വെള്ളമരുന്നെങ്കിലച്ഛൻ എന്നോട് ഈ സമ്മേളനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, സുധീരൻ സാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറയുകയുണ്ടായി, നമുക്ക് പ്രത്യേകിച്ച് ഈ കലാലയത്തിൽ നാനാജാതി മത സാംസ്കാരിക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ നിറഞ്ഞു നിൽക്കുന്ന ഈ കലാലയത്തിൽ സുധീരൻ സാറിൻ്റെ വാക്കുകൾക്ക് മൂർച്ച കൂടും. അദ്ദേഹത്തെ കിട്ടുമാണെങ്കിൽ നമ്മളുടെ മധ്യവർജ പ്രസ്ഥാനത്തിന് തന്നെ ഒരു ലീപ്പ്, ഒരു ചാട്ടം നടത്തുവാനായിട്ട് അത് സാധിക്കുമെന്ന്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹദായകമാണ്. സമൂഹത്തിലെ തിന്മകൾ തിരുത്തുവാനായിട്ട് അദ്ദേഹം നല്ല ഒരു ഗാന്ധിയനായിട്ട് പ്രവർത്തിക്കുന്ന കാര്യം നമുക്ക് നമ്മളുടെ ഒരു കൂടപ്പിറപ്പായിട്ട് ആ ചിന്ത നമുക്കുണ്ടായിരിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉദ്ബോധിപ്പിക്കുകയാണ്. നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വളരെ ഈടുറ്റ ഒരു സ്റ്റീൽ ബോഡി പോലെ നിന്ന് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് വെള്ളമരുന്നെങ്കിലച്ഛനും പ്രസാദ് ഗുരുവിളയും അവരുടെ സഹപ്രവർത്തകരും. സ്റ്റീൽ ബോഡി നമുക്കറിയാം, ഒരു കെട്ടിടം തകർന്ന് വീഴാതിരിക്കാൻ വേണ്ടി അതിനെ താങ്ങി നിർത്തുന്ന സംവിധാനമാണ്. അച്ഛൻ്റെ മനക്കരുത്തും അദ്ദേഹത്തിൻ്റെ ആത്മീയ ശുദ്ധിയും ഈ മണ്ഡലത്തിൽ കൂടുതലായിട്ടുള്ള സൽഫലങ്ങൾ ഉളവാക്കും എന്ന് എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്.
അച്ഛനെയും സഹപ്രവർത്തകരെയും നിങ്ങളെല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.